ഗായ്സ്, നമുക്ക് ഇന്ന് എയർ ഫ്രയർ വെച്ചിട്ട് പെട്ടെന്നൊരു കേക്ക് ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു അര കപ്പ് മൈദയും 1 സ്പൂൺ കൊക്കോ പൗഡറുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 സ്പൂൺ നെയ്യ് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ട് കുറേശ്ശെ പാലും കൂടെ ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു അത്യാവശ്യം തിക്ക് കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് നല്ല കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം കൂടെ പാല് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കേക്ക് ട്രേയിലേക്ക് ഒരല്പം നെയ്യ് തടവിയതിന് ശേഷം ബട്ടർ പേപ്പറും കൂടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുകളിൽ ടോപ്പിംഗ്സിനായിട്ട് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ്സ് ആണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചോക്കോ ചിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇത് എയർ ഫ്രയറിൽ വെക്കാവുന്നതാണ്. എയർ ഫ്രയറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് 160 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ആ ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കേക്കൊക്കെ ഇവിടെ സൂപ്പറായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. നോക്കിക്കേ, നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചിയാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.